നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കമ്പും കോലൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന്. അതെ, ഇന്നും നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങിയതുകൊണ്ട് കുളത്തിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമെന്നാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. റോഷ് അപ്പോൾ അതേ വാനരപ്പടയായിട്ട് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോവുക. ഇതെന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. എടാ, വെള്ളം കയറിയോടാ? അപ്പോടാ, കയറിയൊന്നുമില്ല. പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല പൊരി വെയിലാണ് കേട്ടോ. എന്താവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതേ നല്ല ഐശ്വര്യമായിട്ട് ചൂണ്ടയിടാൻ വേണ്ടി പോകാൻ കേട്ടോ. ഐശ്വര്യമായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എൻ്റെ ചൂണ്ട ആദ്യം തന്നെ ഒടിഞ്ഞു പോയി. അപ്പോൾ വേറൊരു ചൂണ്ടക്കണ കിട്ടാൻ വേണ്ടിയിട്ട് റോഷൻ മരത്തേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ പുതിയ ചൂണ്ടക്കണയെല്ലാം വെട്ടി ഞങ്ങൾ പാടത്തേക്ക് എത്തിയിട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തേക്ക് ഇരുന്നിട്ട് പതിയാണ് കേട്ടോ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ വരമ്പിൽ എന്തിൻ്റെയോ മുട്ട, എന്ത് മീനിൻ്റെ ആണോ എന്തിൻ്റെയാണെന്ന് അറിയില്ല, എന്തിൻ്റെയോ മുട്ട അവിടെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അല്ല, വേറെന്തോ കുഞ്ഞു മീനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചൂണ്ടയിടുന്നത് ഇവിടെയാണ് കേട്ടോ. കണ്ടത്തിൻ്റെ ഒത്ത നടുക്കുള്ള ഒരു കുളമാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് ചൂണ്ടയിടുന്നത്. ഇവിടെ നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കൊത്തുണ്ട് കേട്ടോ, കുളമായതുകൊണ്ട്. കണ്ടോ, പിന്നെ താഴേക്ക് നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ മീനൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീനെ കിട്ടി. ഇതേ കറുപ്പാണ് കിട്ടിയത്. നമ്മുടെ ഇവിടെ ഈ മീൻ കറുപ്പ് നട്ടവരണ, ചിലയിടത്ത് കല്ലിടമുട്ടി എന്നൊക്കെ പറയും. പക്ഷെ നമുക്കിവിടെ കറുപ്പ് നട്ടവരണ. അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. അതെ, ഫസ്റ്റ് മീൻ കിട്ടിയത് രോഹിത്തിനാണ്. ഒരു 4-5 ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും മീൻ കിട്ടിയിരിക്കുന്നു. അവന്മാർ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഗൈസ്, നമുക്ക് അങ്ങനെ അടുത്ത കറുപ്പ് കിട്ടിയിട്ട് അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമുക്കിനി അടുത്തതിനെ പിടിക്കാം. നമുക്കിത് രാത്രി വറക്കട്ടോ ഗൈസ്. അതെ, അപ്പോൾ നമുക്ക് അടുത്ത മീനേയും കിട്ടിയിട്ടുണ്ട്. അടുത്തതും കറുപ്പാണ്. കണ്ട, ഇവിടെ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് ചൂണ്ടയിടാനുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം മൊത്തം ചെളിയാണ് ചുറ്റും. അപ്പം അതുകൊണ്ട് നമ്മളിത് ഇവിടെ ചൂണ്ട അടുത്ത സ്ഥലത്ത് വന്നിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്ക് പിന്നെ ഒരു സിലോപ്പി കിട്ടിയിട്ടോ. അത്യാവശ്യം വലുതാണ്. കണ്ട, അങ്ങനെ നമ്മുടെ അലങ്കൂട്ടനും അടുത്ത മീൻ കിട്ടിയിട്ടോ. അതും കറുപ്പാണ്. ഇവിടെ കൂടുതലും കറുപ്പാണ് കേട്ടോ കൂടുതൽ. കണ്ട, പൊക്കിക്കേ, അത് നിൻ്റെ കയ്യെ കാണാവുള്ളൂ. കണ്ട, അലങ്കൂട്ടനെ കിട്ടിയത്. ചെകളേന്ന് കയറ്റും. ചവിട്ടിപ്പിടി. ഇല്ല, ഇപ്പം പോയേനെ ഗൈസ്. പിടിച്ചോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും മീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.